ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചുമ. അപ്പോൾ നമ്മൾ എന്താ വന്നിരിക്കുന്നത്, നമ്മുടെ സ്ട്രോബെറി തൈകളൊക്കെ നടാനാണ്, ഗാർഡനിങ് ആണ്. അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള ചട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ അത് മണ്ണുണ്ട്. മണ്ണ് കാണിച്ചു തരാം. ഇതാണ് മണ്ണ്. ഇവിടെ ഇത് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് എന്താ പറയുക, ഇതുപോലെ കുറേ ചെടികൾ നടാനുള്ളത്. എനിക്ക് തോന്നുന്നു അവിടെ 10 ലിറ്ററിൻ്റെ പാത്രത്തിലൊക്കെ ആയാലും നമുക്ക് നടാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു മണ്ണാണിത്. പിന്നെ ഇത് നമ്മുടെ തോട്ടത്തിലത്തെ ഒരു ചെറിയൊരു നമ്മളെ അമ്മൊരു ട്രയൽ നടത്തിയതാണ്. എന്തായാലും അത് വർക്ക് ആയിട്ടുണ്ടായിരുന്നു. നമ്മളിതിൻ്റെ ലീഫ് എടുത്തിട്ട് ഫ്രൈഡ് റൈസിലിട്ട് നോക്കിയിട്ടുണ്ട്. നല്ല സൂപ്പറായിരുന്നു. ഞാൻ ഇതിൻ്റെ പേര് മറ്റേത് ഓക്സിജൻ ഒക്കെ എടുക്കുന്ന ചെടിയാണിത്. ഞാൻ ഈ ഒരു ഫ്ലവേഴ്സ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ആ ഒരു കളറ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് നമ്മുടെ സ്ട്രോബെറി നടാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ തൈയാണ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഹാർവെസ്റ്റ്. ആദ്യമായിട്ട് ഒന്ന് മണ്ണ് നോക്കുന്നത്. ഇവിടെ കണ്ടിങ്ങനെ മണ്ണ് ഇങ്ങനെയാണ് വരിക. അപ്പൊ നമുക്ക് തന്നെ കോരിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാനിതിലേക്ക് മണ്ണിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ കുഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിന്ന് ഇടാൻ പോകുന്നത് പ്ലാന്റ് ഇതാണ്. ഇവിടെ പൂവൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്. നമുക്ക് ഇതിലോട്ട് കുറച്ച് മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഗൈസ് തുടങ്ങിയ ഇതുപോലെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പറഞ്ഞു, ഈ ലെങ്ത്തിന് കൂടുതൽ മണ്ണിട്ട് കഴിഞ്ഞത് വളരെ സാധ്യത കുറവായിരിക്കും. കണ്ടില്ലേ, നമ്മൾ ഇവിടെ വരെ ഇട്ട് കഴിഞ്ഞാൽ ഈ ചെടികൾക്കൊന്നും വളരാൻ പറ്റില്ല. അതാണ് ഇവർ ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റി തന്നെ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ അത്രയ്ക്കും ക്വാണ്ടിറ്റിയിൽ ഇത് കുഴിച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി ഇത് വളർന്നിട്ട് സ്ട്രോബെറികളാവുന്നതും ഓരോരോ സ്റ്റെപ്സും നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് ബൈ.